ഒരു നിസ്കാരം അങ്ങ് സമയത്തുനിന്ന് നീങ്ങുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞത്. ഖൈബറിന്റെ തലേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ ലഉതിയന്ന ഹാദിഹി റായത ഗദൻ, ഈ പതാക ഞാൻ നാളെ ഒരാൾക്ക് കൊടുക്കും. റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി. ആർക്കാണ് കൊടുക്കുന്നതെന്ന് അറിയോ? അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും മഹബത്ത് വെക്കുന്ന ആളാണ്. തിരിച്ചിങ്ങോട്ടും അള്ളാഹും റസൂലും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ആളാണ്. രണ്ട് ഭാഗത്തും മഹബത്തിന്റെ തലങ്ങൾ ഉള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കയ്യിലൂടെ ഇസ്ലാമിന് അള്ളാഹു വലിയ വിജയം നൽകും. അപ്പൊ ആ യുദ്ധത്തിൽ നല്ല വിജയം വാങ്ങി ആള് വരും. നാളെ ഞാനൊരു പതാക കൊടുക്കും. സ്വഹാബത്ത് ഉറങ്ങാത്ത രാത്രിയാണ്. രാത്രി മുഴുവനും കൂടിയാലോചനയാണ്. പലരും പലരുടെയും പേര് പറയുന്നു. അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. സ്വഹാബത്ത് ഉറക്കമൊഴിച്ച രാത്രികളിൽ ഒരു രാത്രിയാണത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വീടിന്റെ വിരി ഇങ്ങനെ നീക്കിയ നേരത്ത് ഹദീസിൽ കാണാം, ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഒത്ത ആള് ഞാനാകണം എന്ന നിലക്ക് തന്നെ വലുപ്പമില്ലാത്ത ആളുകൾ വലുപ്പമുള്ളവരുടെ തോളിൽ കയ്യേന്തിക്കൊണ്ട് തല കാണിക്കുന്നു, മുഖം കാണിക്കുന്നു. ഞാൻ ഇവിടെ ഉണ്ട് നബിയേ, എന്നെ വിളിച്ചാലും ഒരാളെ വിളിക്കൂ, രണ്ടാമത്തെ ആളെ വിളിക്കൂല. നന്മയിലേക്ക് അവരുടെ കടന്നുകയറ്റം, അവരുടെ വല്ലാത്ത സന്തോഷം. ഒരു രാത്രി മുഴുവനും അവർ ഉറക്കമൊഴിച്ചിരുന്ന് അന്വേഷിക്കുന്നത് ആരാകും ആ ഭാഗ്യവാൻ. നമ്മളെ കൂട്ടത്തിൽ ആർക്കായിരിക്കും അല്ലാഹു അത് നൽകുന്നത്? രണ്ടു ഭാഗത്തും മഹബത്തിന്റെ തലങ്ങൾ പൂർണ്ണമായി എന്ന് പറയുമ്പോ വല്ലാത്തൊരു വിശേഷണമാണ്. മുത്തുനബി തങ്ങളെ നാവ് കൊണ്ടല്ലേ അത് പറയുന്നത്? മുഅ്ജിസത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ അടയാളം പിന്നെ പോകുമോ? യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന, അവരങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ആ മഹബത്തിന്റെ തലങ്ങൾ കാമിലായ ഒരു മനുഷ്യൻ, ആ ഒരു മഹൽ വ്യക്തിക്ക് ഞാനിത് കൊടുക്കും. സ്വഹാബത്ത് മുഴുവനും വിരി നീക്കിയപ്പോൾ സന്തോഷപൂർവം അവരിങ്ങനെ നോക്കുകയാണ്. എല്ലാവരും തങ്ങളെ കാണണമെന്ന ആഗ്രഹത്തിലാണ്. ഉടനെ തങ്ങൾ ചോദിച്ചു, ഐന അലി ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു എവിടെ? അപ്പ സ്വഹാബത്തിന്റെ മുഖം ഒന്ന് കാണേണ്ടിയിരുന്നു. പടച്ചോനെ, ആ വലിയ സ്ഥാനം പോയല്ലോ. അള്ളാഹു അള്ളാഹുന്റെ റസൂലും മഹബത്ത് വെക്കുന്ന ആ ഒരാള് എന്നൊരു മഹത്വം നമ്മക്കാർക്കും കിട്ടിയില്ലല്ലോ. ഇവരൊക്കെ സ്വഹാബിമാരാണ്. ഏറ്റവും ഒന്നാം നമ്പർ ഗ്രേഡുള്ള ആളുകളാണ്, മഹാന്മാരാണ്. നാളെ ആഖിറത്തിൽ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി മുന്നോട്ട് ഗമിക്കുന്ന മഹാന്മാർ. അവരുടെ അധ്വാനം രാത്രി നമ്മൾ ഉറക്കൊഴിക്കുന്നൊക്കെ വെറുതായി പോയല്ലോ. മുഖത്തൊരു വല്ലാത്ത മ്ലാനത വന്നു. എന്നാലും സമാധാനത്തോടെ ചില മഹാന്മാരൊക്കെ പറഞ്ഞു, നബിയെ, പള്ളിയിൽ ജമാഅത്തിൽ ഇന്ന് എത്തിയിട്ടില്ല. കണ്ണിന് അസുഖം ബാധിച്ച്, ചെങ്കണ്ണ് രോഗം ബാധിച്ച് വീട്ടിലാണ്. നടക്കാനുള്ളൊരു പ്രയാസം കൊണ്ട്, കാഴ്ചക്കൊരു പ്രയാസം കൊണ്ട് പുരയിലാണ്. അതുകൊണ്ട് ആളവിടെ കാണാത്തത്. അപ്പോൾ അവരെ മനസ്സിൽ പിന്നെ വന്നൊരു സന്തോഷം, വേറെ ആരെങ്കിലും ഒരാളെ വിളിക്കും. ആ വിളിക്കുന്നത് ഞാനാകാലോ, നമ്മുടെ കൂട്ടത്തിൽ ആരും ആകാലോ. അവരിങ്ങനെ നോക്കുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞു, ഒന്ന് പോയി കൂട്ടിക്കൊണ്ടുവരൂ. അലി റളിയല്ലാഹുവിനെ കൈപിടിച്ചു കൊണ്ടുവരാണ്. ഒരു കണ്ണ് തീരെ തുറക്കുന്നില്ല, മറ്റേ കണ്ണും വേദനയുണ്ട്. ഒരു കണ്ണ് ചെറിയ രൂപത്തിലൊക്കെ തുറക്കുന്നുണ്ട്, അങ്ങോട്ട് ചെങ്കണ്ണ് വല്ലാതെ ബാധിച്ചില്ല. പക്ഷേ ഒരു കണ്ണ് നന്നായി ചുവന്ന് അതിങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. വീട്ടിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫബസഖ ഫീ ഐനി, രണ്ട് കണ്ണിലേക്കും എത്തുമായിരുന്നല്ലോ. എനിക്ക് നല്ല സന്തോഷവും ആരോഗ്യവും ഉടനടി തിരിച്ചു കിട്ടുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീരി എത്തിയപ്പോഴേക്ക് ഉടനെ തന്നെ ആ ചുവന്ന കളറ് മാറി. കണ്ണിന് സമാധാനം കിട്ടി. തങ്ങളങ്ങ് പതാക കൊടുക്കുന്നു.
ആ പതാക ഏറ്റുവാങ്ങിയിട്ട് ഖൈബറിലേക്ക് നീങ്ങുകയാണ്. ആരാണ് ഖൈബറിലെ എതിരാളികൾ? യഹൂദികളാണ്. യഹൂദികൾ വലിയ വലിയ വീറോടെ വാശിയോടെ നിൽക്കുന്നുണ്ട്. അവരുടെ നേതാവായിട്ടുള്ള മുറഹിബ് നല്ല ശൂരനായ പരാക്രമിയാണ്, നല്ല ധീരനാണ്. പഴയകാല സംഘട്ടനങ്ങളിൽ പേരുകേട്ട ആളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വരവ് കണ്ടപ്പോഴേക്ക് തന്നെ പുച്ഛ മനോഭാവത്തോടെ മുറഹിബ് തള്ളിപ്പോയി. അലി റളിയല്ലാഹു അൻഹു മുറഹിബ് നിന്നാല് ശരിക്ക് നല്ലൊരു മാറ്റമുണ്ട്. ആ മുറഹിബിന്റെ ഊരക്കെട്ടിന്റെ കുറച്ച് മേലോട്ടേ അലി റളിയല്ലാഹു അൻഹു ഉള്ളൂ. മുറഹിബ് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ആളാണ്. അത്ര വെയിറ്റ് അലി റളിയല്ലാഹു അൻഹു ഇല്ല, ഹൈറ്റും ഇല്ല. മുറഹിബ് കണ്ടാ സന്തോഷിക്കുന്നതൊക്കെ പെട്ടെന്ന് കാലിയാക്കാമെന്ന് കരുതിയിട്ട് അലി റളിയല്ലാഹു അൻഹുവോട് വീമ്പൊക്കെ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഒന്നും വിട്ടുകൊടുത്തില്ല. അസ്ർ നിസ്കാരത്തിന്റെ സമയമായപ്പോഴാണ് സത്യത്തിൽ സഹോദരങ്ങളെ സംഘട്ടനങ്ങളിലേക്ക് കടക്കുന്നത്, മൂർച്ച കൂടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അലി റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, അല്ല അലി, എന്താണ് ഇത്ര സമയമെടുക്കുന്നത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉന്നം നോക്കുകയാണ്. ഒരുപാട് നേരം അധ്വാനിക്കാൻ പറ്റൂല. ഒരൊറ്റ നിലക്ക് തന്നെ ശത്രുവിന്റെ കഥ കഴിക്കണം. നല്ല ധീരതയുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് ഗമിച്ചു. സർവ്വ അടവുകളും അപ്പുറത്തുനിന്ന് മുറഹിബ് ഇങ്ങോട്ട് പയറ്റുന്നുണ്ട്. ഒരു നോട്ടമാണ് അസ്തമാന ഗംഗയിലേക്ക്. സുബ്ഹാനല്ലാഹ്, സൂര്യൻ അസ്തമിച്ചു പോയാൽ എന്റെ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുമല്ലോ. അല്ലാഹ്, ഇത്രമാത്രം വലിയ മഹബത്തിന്റെ തേരിലേറിയ മഹാൻ, ഈ വലിയ വിജയം സമ്മാനിച്ച മഹാൻ, അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും വലിയ മഹബത്തുള്ള ആളെന്ന് നബി തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ മഹാൻ, അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ഇങ്ങോട്ടും മഹബത്ത് വെക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞ മഹാൻ, അസ്ർ നിസ്കാരത്തിന്റെ സമയം ഇങ്ങനെ നോക്കുന്നു, തങ്ങളെ മുഖത്തേക്കും നോക്കുന്നു. വിളിക്കാൻ അവർക്കൊരു അദബിന്റെ കുറവ്. വിളിച്ചു പോയാൽ തങ്ങളെ ഉറക്കം കെടുത്തുന്നത് മോശമല്ലേ? തങ്ങളൊന്ന് ഉണർന്നു കിട്ടണമെന്ന ആഗ്രഹത്തോടെ മുഖത്തോട് നോക്കുന്നു. പിന്നെ അങ്ങോട്ടും നോക്കുന്നു, സൂര്യനിലേക്ക് നോക്കുന്നു, മുഖത്തേക്കും നോക്കുന്നു. സൂര്യനങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ഒഴുകാൻ തുടങ്ങി. നിയന്ത്രിച്ചിട്ട് കിട്ടിയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവദനത്തിലേക്ക് കണ്ണീർ കണങ്ങൾ ഉറ്റി വീഴുന്നു. തങ്ങളെ എഴുന്നേറ്റ് ചോദിക്കുന്നു, മായുബിക്കീക യാ അലി, എന്തിനാ നിങ്ങൾ കരയുന്നത്? കണ്ണീരിങ്ങനെ തുടച്ചു കൊടുത്തു. എന്തിനാ കരയുന്നത്? അലി റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, മാ സ്വല്ലൈതുൽ അസ്റ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല. സഹോദരങ്ങളെ, അവരെ മഹബത്ത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രത്തോളം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വലിയ വിജയം സമ്മാനിച്ച് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുമുള്ള മഹബത്തൊക്കെ വാങ്ങിയെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ മഹാൻ, ആ മഹബത്തിന്റെ വിഷയത്തിൽ ചെറിയ ഒരു വിള്ളല് വന്നപ്പോഴേക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം മനസ്സിലാക്കിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹു കാന ഫീ ത്വാഅതിക വ ത്വാഅതി റസൂലിക ഫർദുദിശ് ശംസ. അലിയാര് നിന്റെ പൊരുത്തത്തിലായിരുന്നു അല്ലാഹ്, നിന്റെ റസൂലായി എന്റെ പൊരുത്തത്തിലുമായിരുന്നു. സൂര്യനെ മടക്കി കൊടുക്കുക അല്ലാഹ്. അസ്തമിച്ച സൂര്യൻ തിരിച്ചു വന്നു. അസ്തമിച്ച സൂര്യൻ തിരിച്ചു വരിക അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള മുഅ്ജിസത്തല്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനും നേരത്തെ അങ്ങനെ ഒരു മുഅ്ജിസത്തുണ്ട്. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്. തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സൂര്യൻ തിരിച്ചു വന്നത്, തങ്ങൾ പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയും സൂര്യൻ തിരിച്ചു തന്നു.